ഹായ്, ഇന്നത്തെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കട്ടോ. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു ഒരു പിടിയോളം പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. പിന്നെ ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ഗ്രീൻ ചട്നി ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതൊരു 4 പീസ് ബ്രെഡാണ്. ഈ ഓരോ പീസ് ബ്രെഡും ഈ മുട്ടാക്കൂട്ടിലേക്ക് മുക്കട്ടെ. നന്നായിട്ട് മുക്കിയെടുക്കണേ. ഈ പാനുകൾ നിരത്തി വെച്ച് കൊടുക്കട്ടെ. സൈഡിലൊക്കെ ഇങ്ങനെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കട്ടെ. ഈ ബാക്കിയുള്ള ഈ മുട്ടാക്കൂട്ടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് കുറച്ചൊരു മോസറല്ല ചീസാണ്. അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അതിട്ട് കൊടുക്കട്ടോ. ഇനി കുറച്ചൊരു ഒറിഗാനോ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ചില്ലി ഫ്ലേക്സും മേലെ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കട്ടോ. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണം. എപ്പോഴും ബ്രെഡ് വെച്ച് ഒരേപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.